എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് പച്ചമരുന്നാണ്, വീട്ടിൽ ഉണ്ടാക്കിയതാണ്. ഇത് തിപ്പിലിയാണ്. ഈ തിപ്പിലി നന്നായിട്ട് മൂത്ത് വന്ന് അങ്ങനെ കറുത്തിരിക്കും. ഇത് പറിച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പൊടിച്ചെടുക്കാം. ഇത് ഒരു വള്ളിയാണ്. ആ വള്ളീൻ്റെ മുകളിൽ നിറയെ ഉണ്ടാവും. ആദ്യമായിട്ടുണ്ടാകുമ്പം വെള്ള നിറ, അതിൻ്റെ അരിമ്പ് ഇതേപോലെ മൂത്ത് വന്നാൽ അത് പറിച്ചിട്ട് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുക. ഒരുപാടുണ്ടാവും. ഒരു കഷ്ണം കുഴിച്ചിട്ടാൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും, വള്ളി ആയതുകൊണ്ട്. ഇത് വീട്ടിൽ കുഴിച്ചിട്ടുണ്ടാക്കുന്നത് നല്ലതാണ്. ഇത് കുറച്ച് നേരം ഇങ്ങനെ കാണിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ചിലർക്കൊന്നും ഇത് അറിയണ്ടാവില്ല. ആയുർവേദ കടയിലൊക്കെ ചോദിച്ചാൽ അറിയാം. ഇത് മുറികൂട്ടിയാണ്. നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ചെറിയ ചെറിയ മുറികളൊക്കെ പറ്റിക്കുകയാണെങ്കിൽ ഇത് ചതച്ച് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ നീര് മുറിവായയിൽ ഒഴിക്കുക. അന്നേരം ഈ മുറി പെട്ടെന്ന് കൂടി കിട്ടും, ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഇത് ഒരു വയലറ്റ് കളറാണ്. ഇതിൻ്റെ പേരാണ് മുറികൂട്ടി. ഇത് മൈലാഞ്ചി. ഇത് വളങ്കടിയൊക്കെ ഉണ്ടായാൽ കാലിന് പച്ചമഞ്ഞൾ, വെളുത്തുള്ളി, ഉപ്പ് കൂടി അരച്ചിട്ട് കാലിൻ്റെ ഈ ഭാഗത്ത്, മഴക്കാലമൊക്കെ ആകുമ്പോൾ ഉണ്ടാവുമല്ലോ, അവിടെ തേച്ച് കൊടുത്താൽ പെട്ടെന്ന് മാറിക്കിട്ടും. ഇതാണ് പനിക്കൂർക്ക. പനി ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നീര് നമുക്ക് വാട്ടി പിഴിഞ്ഞ് കുടിക്കുക. ചെറിയ കുട്ടികൾക്കാണ് ഇത് ഏറ്റവും നല്ല ഒരു ഫലപ്രദം. ഇത് ഇല വാട്ടി മൂർദാവിലിട്ട് കൊടുക്കാം. ഒരു സ്പൂണ് നീര് പിഴിഞ്ഞെടുത്തിട്ട് അത് ഒരു സ്പൂണ് കൊടുക്കുക. ഇത് ആടലോടകം. ഇതിൻ്റെ ഇല വാട്ടി പിഴിഞ്ഞിട്ട് ഒരു സ്പൂണ് രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ വളരെ നല്ലതാണ്. ശ്വാസം മുട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് എത്രയോ ശമനം കിട്ടും. പക്ഷേ ഗുളിക കഴിക്കുകയാണെങ്കിലും ഇത് കുടിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം കൂടെ ഇട്ട് വറുത്ത് പൊടിച്ചിട്ട്, ഈ കാണിച്ച പച്ചമരുന്ന് എല്ലാം കൂടെ ഇട്ടിട്ട് വറുത്ത് പൊടിച്ചിട്ട് വെച്ചാൽ നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് രാവിലെ വൈകുന്നേരമൊക്കെ കഴിക്കുന്നത് തൊണ്ടയിലെ കരകരപ്പൊക്കെ മാറിക്കിട്ടും. കഫത്തിനൊക്കെ എത്രയോ നല്ലതാണ്. ഇവിടുത്തെ കുട്ടികളൊക്കെ ഇത് വാട്ടി പിഴിഞ്ഞ് കുടിച്ചിട്ടുണ്ട്. അവർക്ക് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിരുന്നു വളരെ ചെറുപ്പത്തിൽ. ഇതാണ് കരിനീച്ചി. ഇത് വായപ്പുണ്ണുണ്ടെങ്കിൽ ചവച്ചിട്ട് ഇതിൻ്റെ നീര് ഇറക്കുന്നത് നല്ലതാണ്. കുറച്ച് എരിവുണ്ടാവും. വായലിട്ട് നല്ലോണം കടിച്ച് ചവയ്ക്കുക. എന്നിട്ട് വായിൽ കുറച്ച് നേരം വെക്കുക അതിൻ്റെ നീര്. അപ്പോൾ അത് കരിഞ്ഞു പോകും. ഇനി നമുക്ക് വയറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞാലും കുഴപ്പമില്ല.